കഴിഞ്ഞ ദിവസത്തെ അതായത് 2024 ഡിസംബർ 28 മലയാള മനോരമയുടെ ഓൺലൈനിൽ ഒരു വാർത്തയുണ്ട്. വാർത്ത 28 രാവിലെ 9:48 അവർ പബ്ലിഷ് ചെയ്തത്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: കെ ഫോണിൻ്റെ ഇൻട്രാനെറ്റ് സർവീസ് ഉപയോഗപ്പെടുത്തി 3500 മുകളിൽ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാണ് വാർത്ത. മനോരമ ഓൺലൈൻ്റെ ടെക് ആൻഡ് ഗാഡ്ജറ്റ്സ് എന്ന വിഭാഗത്തിനകത്താണ് ആ വാർത്ത വന്നിട്ടുള്ളത്. വാർത്ത ഇതാണ്: കേരളത്തിൻ്റെ സ്വന്തം ബ്രോഡ്ബാൻഡ് കണക്ഷനായ കെ ഫോണിൻ്റെ ഇൻട്രാനെറ്റ് സർവീസിന് ഇതിനകം തന്നെ 3500 മുകളിൽ ഉപഭോക്താക്കൾ എന്നാണ് വാർത്ത. നിരവധി സ്ഥാപനങ്ങളാണ് കെ ഫോണിൻ്റെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി ഇൻറ്റേർണൽ കണക്ഷനോടെ വിവിധ സർവീസുകൾ ഉപയോഗിക്കുന്നത്. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് അവർക്കിടയിൽ തന്നെ ആശയവിനിമയം നടത്താനും വിവരങ്ങൾ ആക്സസ് ചെയ്യാനും അനുവദിക്കുന്ന ഒരു സ്വകാര്യ നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ്. MPLS L2 VPN, MPLS L3 VPN, FTTH ഇൻട്രാനെറ്റ് തുടങ്ങിയ സേവനങ്ങളാണ് കെ ഫോൺ വഴി ഈ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. MPLS L2 VPN, MPLS L3 VPN എന്നീ സേവനങ്ങൾ വഴി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഓഫീസുകൾ മുഖേന പോയിന്റ് ടു പോയിന്റ് സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം. ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ ഇത്തരത്തിൽ പ്രധാന ഓഫീസും ശാഖകൾ തമ്മിലും പ്രധാന ഓഫീസുകൾ തമ്മിലും എന്നിങ്ങനെ ഡേറ്റ കൈമാറ്റവും മറ്റും നടത്താനാകും. ഇൻറ്റേർണൽ ആപ്ലിക്കേഷനുകൾ ഇത്തരത്തിൽ മാത്രം ലഭ്യമാകുന്നതോടെ കൂടുതൽ സ്വകാര്യതയും ഡാറ്റ സെറ്റും ലഭ്യമാകുമെന്നും ഈ വാർത്തയ്ക്കകത്ത് അവർ പറയുന്നുണ്ട്. മാത്രമല്ല, FTTH ഇൻ്റർനെറ്റ് മുഖേന ഒരു പ്രത്യേക ഓഫീസിൽ നിന്ന് ലഭ്യമാകുന്ന ആപ്ലിക്കേഷനുകൾ ആക്സസ് ചെയ്യാൻ പ്രത്യേകം അനുവാദം ചില IP അഡ്രസ്സുകൾക്ക് മാത്രമേ നൽകാനാകുമെന്നും ഈ വാർത്തയ്ക്കകത്ത് മനോരമ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ കെ ഫോൺ ഇൻട്രാനെറ്റ് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററിൽ ലഭ്യമാകുന്ന ആപ്ലിക്കേഷനുകൾ സർക്കാർ ഓഫീസിൽ ലഭ്യമാക്കുന്നുമുണ്ട്. മാത്രമല്ല, ഉപയോഗപ്പെടുത്തുന്ന സ്ഥാപനങ്ങൾ ചിലതിനെക്കുറിച്ചും ഇതിനകത്ത് വ്യക്തമായിട്ട് മനോരമ വാർത്തയ്ക്കകത്ത് പറയുന്നുണ്ട്. പവർ ഗ്രിഡ് ടെലി സർവീസ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് IT മിഷൻ, കിംസ് ഹെൽത്ത് മെഡിക്കൽ സെൻറ്റർ എന്നിവ LPPS L2 VPNും K-ഡിസ്ക്, തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ, KSEB, ട്രഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് എന്നിവ MPLS L3 VPN ഉപയോഗപ്പെടുത്തി വരുന്നെന്നും വാർത്തയിൽ പറയുന്നു. മാത്രമല്ല, ഡയറക്ടറേറ്റ് ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, കേരള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങളാണ് കെ ഫോണിൻ്റെ FTTH ഇൻട്രാനെറ്റ് ഉപയോഗപ്പെടുത്തുന്നത്. വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളൊന്നാണ് കെ ഫോൺ. മാത്രമല്ല, ഇതേ കെ ഫോണിനെതിരായിട്ടാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങളും ഒരുപാട് നുണകൾ പറഞ്ഞത്. ഇതേ കെ ഫോൺ തകർക്കാൻ വേണ്ടിയാണ് അവർ ഒരുപാട് കൊട്ടേഷനുമായിട്ട് രംഗത്തിറങ്ങിയത്. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ നിലവിലത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഇതിൽ വൻ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് രംഗത്തിറങ്ങിയത്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന് കീഴിൽ വരെ സ്ഥാപനത്തിന് കൊടുത്ത ടെൻഡറിനകത്ത് വരെ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാരിനെ കരിവാരിത്തേക്കാനും ഈ പദ്ധതിയെ താറടിച്ച് കാണിക്കാനും ഒരുപാട് തവണ രംഗത്തിറങ്ങിയ പ്രതിപക്ഷം. അതേ പദ്ധതി ഇപ്പോൾ വൻ വിജയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സാധാരണ ജനങ്ങൾ മാത്രമല്ല, ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഈ പദ്ധതിക്കകത്ത് ഉൾപ്പെട്ടു. മാത്രമല്ല, അതിൻ്റെ സേവനങ്ങൾ വ്യക്തമായ രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തി വരുന്നുമുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങൾ വരെ ഇതിനകത്തുണ്ട്, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ വരെ ഇതിനകത്തുണ്ട് എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു സമയത്ത് പ്രതിപക്ഷം തകർക്കാൻ ശ്രമിച്ച ഒരു പദ്ധതി ഇപ്പോൾ സംസ്ഥാനത്തിന് അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വാർത്ത മലയാള മനോരമയ്ക്ക് തന്നെ വന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, തകർക്കാൻ ശ്രമിച്ച പദ്ധതി വീണ്ടും ഉയർന്ന് വിജയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനോരമയ്ക്ക് വരെ സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും കെ ഫോണിൻ്റെ ഇൻട്രാനെറ്റ് സർവീസസ് ഇപ്പോൾ 3500-ലധികം സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത്. അതിൽ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങളും ഉണ്ട് എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.